2021 എല്ലാവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് SD ഇൻഡെക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചിന്തിക്കുകയും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന എൻ്റെ മേഖലയായ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, അതുപോലെ തന്നെ 27 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു മേഖല സ്ക്രീൻ പ്രിൻറ്റിങ് വ്യവസായം, ആ ഒരു മേഖല അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ തയ്യാറാക്കി നിങ്ങളൊന്നും പേത്തി. അത് നിങ്ങൾ സ്വീകരിച്ചു, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ ഈ വീഡിയോ വഴി ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ, അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു വീഡിയോയാണ്. ഞാൻ കഴിഞ്ഞ 2 പാർട്ടായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഒന്ന് 5 സ്റ്റാർ ഫിലിം എക്സ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഞാൻ സപ്പോർട്ട് കൊടുത്തു. ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് വഴി എന്നോട് ചോദിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടതും പ്രകാരം ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുന്ന ഒരു സ്ക്രീൻ എക്സ്പോസിങ്, അതായത് ഫോട്ടോ എമൽഷൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോ, ഒരു സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ സ്ക്രീൻ എക്സ്പോസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളതാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന പല ഡൗട്ട്സുകളും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോട്ടോ എമിഷൻ വെച്ച് സ്ക്രീൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ച സ്ക്രീനാണ്. 15 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമാണ് ഈ ഫ്രെയിമിൻ്റെ അളവെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ മെഷ് ഇതിനകത്ത് പ്രസ് ചെയ്ത് തന്നെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. 390 രൂപ എനിക്ക് വിലയായിട്ടുണ്ട്. ഇത് 500-ൻ്റെ മെഷാണ്. കാരണം ഇതൊരു നമുക്ക് ബാഗിൽ പ്രിൻ്റ് ചെയ്യാനുള്ളതാണ്. ക്യാരി ബാഗിൽ, തുണി കൊണ്ടുള്ള ബാഗിൽ പ്രിൻ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ സ്ക്രീൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ എടുക്കാൻ പോകുന്ന മെത്തേഡാണ് ഫോട്ടോ എമിൽഷനും അമോണിയം ഡൈക്രോമേറ്റും കൂടെ ചേർന്നുള്ള മിശ്രിതം. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അമോണിയം ഡൈക്രോമേറ്റ്. ഇതാണ് ഫോട്ടോ എമിൽഷൻ. അമോണിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ക്രിസ്റ്റൽ രൂപത്തിൽ നമുക്ക് മേടിച്ച് അതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കാണാൻ പാടില്ലാത്ത സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പൊതിഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറാക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ സ്ക്രീന് നമുക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു ഫ്രെയിമിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഫോം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലൈവുഡാണ്. ഇതിനകത്ത് റീപ്പർ അടിച്ച് ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കി. അപ്പോൾ അതിന് ഈ സ്ക്രീന് കറക്റ്റ് നമുക്ക് ഇതിനകത്ത് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിലുള്ളൊരു മെത്തേഡാണ്. അപ്പം നമ്മൾ സൺലൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എടുക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ലൈറ്റ് എക്സ്പോസിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വേണമെന്നില്ല. ഇതിന് നമ്മൾ ഇതേ കണക്ക് സ്ക്രീൻ ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ മാറ്റർ എക്സ്പോസ് ചെയ്യേണ്ട മാറ്റർ ട്രേസിങ്ങിലെടുത്ത മാറ്ററാണ്. ഈ മാറ്ററിനെ നമ്മൾ ഇതേപോലെ ഓപ്പോസിറ്റായിട്ട് നമ്മളിങ്ങനെ വെക്കുക. ആ കറക്റ്റ് സ്പേസ് കറക്റ്റാക്കി നമ്മൾ വെക്കുക. എന്നിട്ട് ശേഷം ഒരു ഗ്ലാസ് നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കണം. ഈ ഗ്ലാസ് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇതേ കണക്ക് വെക്കണം. വെച്ചതിന് ശേഷം തന്നെ ഈ സ്ക്രീനെ നമ്മൾ കുറച്ചൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഗ്ലാസ്സിലും കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വേണ്ടത്, ഇതാണ് എൻ്റെ മെത്തേഡ്. ഇതിനു മുമ്പ് നമുക്കിനി സ്ക്രീൻ എക്സ്പോസ് ചെയ്യാനുള്ള ഫോട്ടോ എമിൽഷൻ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. ഇതാണ് സ്ക്രീൻ. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ സ്ക്യൂസർ ഉപയോഗിച്ച്, ഇത് 10 ഇഞ്ച് ഏതാണ്ട് വരുന്ന സ്ക്യൂസറാണ്. ഈ സ്ക്യൂസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതേ കണക്ക് സ്ക്രീനിൽ എമിൽഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിക്കാം. അപ്പോൾ അന്നേരം ചെയ്യാനുള്ളത്, ഈ വെളിച്ചം കൂടുതൽ വരാൻ പാടില്ല.
നമ്മൾ ഈ അമോണിയം ഡൈക്രോമേറ്റ് നമ്മളിത് മിക്സ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ് ഈ ഡെപ്പയ്ക്കകത്ത്. അപ്പോൾ ഇത് വെളിച്ചം ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോസിങ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതിനാൽ നമ്മൾ ഈ ലൈറ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. ലൈറ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്ക്രീനിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അമോണിയം ഡൈക്രോമേറ്റ് ഇടാനായിട്ട് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സോ അതിനെക്കുറിച്ച് സ്റ്റീൽ ഗ്ലാസ്സോ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തോട്ട് ഒഴിക്കുക. അടച്ചു വെച്ചേക്കുകയാണ്. ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കയ്യിലൊന്നും ആകാതെ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഫോട്ടോ എമൽഷൻ എടുത്ത് നമ്മൾ അതിനകത്ത് കുറച്ച് ഒഴിക്കാൻ പോവുകയാണ്. ഇരുട്ടായതുകൊണ്ട് കുറച്ച് കാണാൻ പാടാണ്. സ്ക്രീനിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചെടുത്തു. നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഇനി നമ്മൾ അമോണിയം ഡൈക്രോമേറ്റ് ചേർക്കുന്ന സമയത്ത് ഒരു നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളത്തിൽ ചേർത്ത് വെച്ചേക്കുന്ന അമോണിയം ഡൈക്രോമേറ്റാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് ഒരടപ്പ് എടുത്തിട്ടില്ല, ഞാൻ അതിനകത്ത് അരയടപ്പ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അമോണിയം ഡൈക്രോമേറ്റ് മിക്സ് ചെയ്യുമ്പം ഇതിന് ബ്ലൂ കളറിൽ നിന്ന് ഒരു ചെറിയ ഗ്രീൻ കളറിലോട്ട് ഇത് മാറും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഗ്രീൻ കളർ മാറി പിന്നെ ബ്ലൂ കളർ മാറി ഒരു ഗ്രീൻ കളർ ആകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം ആ കെമിക്കൽ എല്ലാ സ്ഥലത്തും എത്തണം. ഒരു അല്പം കൂടെ ഡൈക്രോമേറ്റ് ഞാൻ ചേർക്കുകയാണ്. ഒരു ലേശം കൂടെ ചേർക്കുന്നുണ്ട്, കാരണം എനിക്ക് 2 സ്ക്രീനിൽ അപ്ലൈ ചെയ്യാനുണ്ട്. നമ്മൾ ഒരു സ്ക്രീനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്ത ക്വാണ്ടിറ്റി മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ഈ എമൽഷൻ കൂടുതൽ എടുത്തത്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ ആയിട്ടുണ്ട്. ആ ബ്ലൂ കളർ മാറി ഒരല്പം ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ക്രീനിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഇനി അടുത്തത് നമുക്ക് വേണ്ടത്. ഞാൻ സ്ക്രീനിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിനെ ഒരു സ്ക്യൂസി ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം.
ഇതിൻ്റെ മറുഭാഗം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യണം. വളരെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കയ്യിൽ മൊത്തം ആവാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, എല്ലാ ഭാഗത്തും ഇത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്ക്രീനെല്ലാം കറക്റ്റ് ആകത്തില്ല. നമ്മൾ നമുക്ക് സ്ക്രീനിൽ അപ്ലൈ ആയിട്ടുണ്ട്. കയ്യിൽ മൊത്തം ആയി. അപ്പോൾ ഇതിന് നമുക്ക് ബാലൻസ് ഉള്ളതിന് നമുക്ക് തിരിച്ച് അതേ കണക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. കാരണം നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിനെ നമ്മളിനി റൂമിൻ്റെ ഡാർക്ക് റൂമിൽ തന്നെ ഇതൊന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ കൊടുക്കുക സമയം. വളരെ ശ്രദ്ധിക്കണം, കൈ കൊണ്ടൊന്നും ഇതിനകത്ത് ടച്ച് ആവാതെ ശ്രദ്ധിച്ചോളണം. നമ്മൾ സ്ക്രീനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ഫാനിട്ട് കാറ്റടിച്ച് നല്ലതുപോലെ കാറ്റടി കൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങും. ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡാണ്. അതങ്ങനെ നമ്മുടെ സ്ക്രീന് നമുക്ക് നല്ലതുപോലെ ഡാർക്കിൽ ഇരുന്ന് നമ്മളത് ഉണങ്ങിയിട്ടുണ്ട്. സ്ക്രീനിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ ഒരു ഫോമിൻ്റെ ഇത് വെച്ച് നമ്മൾ സ്ക്രീന് വയ്ക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒരു ബ്ലാക്ക് സർഫസിലുള്ളൊരു തുണി മെറ്റീരിയൽ, ഞാനൊരു ബ്രൗൺ കളറാണ്, ഇത് നമ്മൾ ഈ സ്ക്രീനിൽ ഇതിനൊക്കെ വിരിക്കണം. കാരണം എക്സ്പോസിങ് കറക്റ്റായി കിട്ടുന്നതിന് ബ്ലാക്ക് പ്രതലത്തിൽ നമ്മൾ സ്ക്രീൻ വയ്ക്കുമ്പോഴാണ് കറക്റ്റായി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ക്രീന് ഇതും കൂടെ വെക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതും കൂടെ വെച്ച് സ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ സ്ക്രീൻ വയ്ക്കുകയാണ്. സ്ക്രീൻ വെച്ചു. ഇനി നമ്മൾ മാറ്റർ എടുക്കുന്നു. മാറ്റർ എടുത്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ സ്പേസ് കണക്കാക്കി വയ്ക്കുക. വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തോളണം. കാരണം ഇതിനകത്ത് പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിനെ മറച്ചും കൊണ്ട് നമുക്ക് വെയിലത്ത് എക്സ്പോസ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോവാം. നമ്മൾ എക്സ്പോസിങ്ങിന് വെക്കുകയാണ്. നമ്മൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കണം. 5 മിനിറ്റ് ഒരുവിധം നമ്മൾ നല്ല വെയിലുണ്ടെങ്കിലും 5 മിനിറ്റ് നമ്മൾ വെക്കണം. 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള എക്സ്പോസിങ് നമുക്ക് കിട്ടത്തുള്ളൂ. എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ 3 മിനിറ്റൊക്കെ വെച്ച് നോക്കിയിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാക്സിമം 5 മിനിറ്റ് നമ്മൾ കറക്റ്റായി വെക്കുക. അതിനുശേഷം വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം നമുക്ക്. നമ്മൾ വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പ്രഷറുള്ള വാട്ടർ വേണം ഇതിനകത്തോട്ട് വീഴാൻ. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു പൈപ്പിൽ കൂടെ ഞാൻ അഴിക്കുകയാണ്. 2 സൈഡിലും നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്ന് ആദ്യം ഒഴിച്ചെടുക്കുക. ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ മാറ്ററിൽ നല്ലതുപോലെ പ്രഷറായിട്ട് വീഴത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് മാറ്റർ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഈ മാറ്റർ നല്ലതുപോലെ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള എക്സ്പോസ് ആവാത്ത ഭാഗത്തുള്ള ഇങ്കെല്ലാം നമ്മൾ ആ ഫോട്ടോ എമുലേഷൻ കോട്ടിംഗ് എല്ലാം ഇളകി പോവുകയാണ്. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു എക്സ്പോസിങ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രിൻറ്റിങ്ങും അതുപോലെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പോസ് ചെയ്തെടുക്കാൻ പറ്റും.
കണ്ടോ, നമ്മൾ അതിൻ്റെ ആ ഇങ്കെല്ലാം ഇളകി പോകുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിന് പ്രഷർ അല്പം കുറവാണ്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഈ ഇങ്ക് ഇളവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫോഴ്സുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ആ പോവാത്ത ഭാഗങ്ങളിൽ നല്ലതുപോലെ പ്രഷർ ചെയ്ത് നല്ലതുപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിനകത്ത് 1-2 ഭാഗങ്ങളിൽ അല്പം ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ. അവിടെ അത്രയും ഭാഗത്ത് ഞാനൊന്ന് പ്രഷറിന് ആ ഒരു പമ്പ് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് വിടുകയാണ്. 1-2 അക്ഷരങ്ങൾ ക്ലിയർ ആവാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ അല്പം വിരൽ കൊണ്ട് മൃദുവായിട്ട് ഒന്ന് ആ ഒരു കോട്ടിങ്ങിന് ഇളവാനുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്താൽ നല്ല എക്സ്പോസിങ് ആണെങ്കിൽ വേറെ ഡാമേജ് ഒന്നും വരത്തില്ല. 2 സൈഡിലും ഇനി ഇളവാനുള്ള ഇങ്കുള്ളിടത്ത് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടു കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടു കൊടുത്താൽ മതി. ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത്, അല്പം ലൈറ്റായിട്ട്. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ക്ലിയറായിട്ട് അതിൻ്റെ എല്ലാ മാറ്ററും നല്ലതുപോലെ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഉണക്കിയെടുത്താൽ നമുക്ക് പ്രിൻറ്റിങ്ങിന് തയ്യാറായി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ, നിങ്ങൾക്ക് ഉപകാരമായ വീഡിയോകൾ ഒരുപാടെണ്ണം വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ ആൾ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടനെ തന്നെ എത്തത്തുള്ളൂ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് വളരെ വലിയൊരു വ്യവസായമാണ് സ്ക്രീൻ പ്രിൻറ്റിങ്. നിങ്ങൾക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങളിൽ സഹായിക്കാനും പറ്റും. ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക.